തിലകൻ പറഞ്ഞതൊക്കെ തന്നെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. തിലകൻ എത്രയൊക്കെ പറഞ്ഞാലും ഒരു മഹാമനുഷ്യൻ തന്നെയായിരുന്നു. അത്രയും തുറന്നു പറയാനുള്ള ധൈര്യം ഒരു പുരുഷൻ പോലും കാട്ടിയത് അപ്പോഴാണ്. നിലവിലുള്ള ഈ ഒരു മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ശരിക്കും നിയമപരമായും കൂടി മുന്നോട്ട് പോകേണ്ടതല്ലേ? അടുത്ത സ്റ്റെപ്പാണ് പ്രധാനം. ഇത്രയും വരെ വന്നതുകൊണ്ട് ഒരു കടമ്പ കടന്നു. പക്ഷേ ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രംഗം. നിയമം കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു കമ്മിറ്റി, അവർക്ക് എല്ലാം തുറന്നു പറയാവുന്ന, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാവുന്ന, സോഷ്യൽ ജസ്റ്റിസ് കൊടുക്കുന്ന ഒരു കമ്മിറ്റിയൊക്കെ അതിനുള്ളിൽ തന്നെ രൂപീകരിച്ച്. പക്ഷേ അതും പ്രഹസനമായി മാറുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞങ്ങളുടെ മഠങ്ങളിലൊക്കെ ഇതുപോലത്തെ കമ്മിറ്റിയൊക്കെ ഉണ്ട്. ഒരു കാര്യമില്ല, അവിടെ പറയുന്നത് കൂടുതൽ ദോഷം ചെയ്യും. അങ്ങനെ വരുമോ? ഇത് പ്രാക്ടിക്കലായിട്ട് അടുത്ത സ്റ്റെപ്പാണ് ഇനി നമ്മൾ നോക്കി വെക്കേണ്ടത്. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഓക്കെ, അതൊരു വിജയമാണ്, സക്സസ്സാണ്. ഞാനെപ്പോഴും പറയും, ഈ ക്യാൻസറൊക്കെ മൂടി വെച്ച് പഴുപ്പിക്കുകയാണ് ആളുകൾ പറയാതെ. എന്നിട്ട് ഒറ്റ കേസെത്താണ്, അത് തുറന്നു എന്തെങ്കിലും ആവട്ടെ. ഇനി ചികിത്സ വേണം. ഇനി ചികിത്സയില്ലാതെ ഇവൾക്ക് ക്യാൻസറാണെന്നാണ് പഴുത്തോട്ടെ എന്ന് പറയും. ആ ചികിത്സയും പ്രഹസനമാകരുത്. അത് വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അവിടെ അലേർട്ടായിട്ടിരിക്കണം. നമ്മുടെ ഇവിടെ എന്തുകൊണ്ടാണ് ഈ റേപ്പുകളൊക്കെ പിന്നെയും കൂടുന്നത്? ഒരു ചർച്ചയിൽ ഒരു സ്ത്രീ പറഞ്ഞതാണ്, നിയമം പ്രാബല്യത്തിലാക്കുന്നില്ല. ദുബായിലാണെങ്കിൽ കൈ വെട്ടി കാല് വെട്ടി എന്ന് പറഞ്ഞ് അത്ര സ്ട്രോങ് ആണ്. ഇവിടെ സ്ട്രോങ് അല്ല. ഇപ്പോഴും വേസ്റ്റ് വലിച്ചെറിയുന്നത് ഒരാൾക്കും പേടിയില്ല. കാരണം എന്തു ചെയ്യാൻ പറ്റും? എന്താണ് ശിക്ഷ? നിയമം പ്ലാസ്റ്റിക് കൊണ്ടുവന്നു, എന്താ കുഴപ്പം? പിടിച്ചാലും എന്താണ് പ്രശ്നം? അപ്പോൾ ഈ ഒരു നിയമം കർക്കശമാക്കുക, ആ കാര്യത്തിൽ എനിക്ക് നിർബന്ധമാണ്. ഞാൻ പറയും, കൊലപാതകം ചെയ്ത ആളെ വധശിക്ഷയ്ക്ക് വിധിച്ചതുകൊണ്ട് എനിക്ക് അത്ര വലിയ സഹതാപം തോന്നില്ല. കാരണം ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളല്ല എന്ന് തെളിഞ്ഞതിന് ശേഷം അവർക്ക് ആ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ പിന്നെ സമൂഹം ഇങ്ങനെ നന്നാവുക. ആ ഒരു കാര്യത്തിൽ എനിക്ക് വലിയ ദയൊന്നുമില്ല. ഞാൻ അവനെ കൊല്ലാൻ പോണു, മനുഷ്യ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞൊന്നും ഞാൻ അതിൻ്റെ കൂടെ കൂടില്ല. അപ്പോൾ ഈ കാര്യങ്ങളിലും ഇതേ നിലപാട് തന്നെയാണ്, അതായത് നിയമപരമായിട്ടുള്ള കർശനമായിട്ടുള്ള നടപടികളായിട്ടും. നിയമം മാത്രമല്ല, ഇതിനെ കമ്മിറ്റി മാത്രമല്ല, അത് പ്രഹസനമായി മാറരുത്. ഹേമ കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുന്നു, WCCയോടൊപ്പം തന്നെ. കാരണം അവർ ഇത്രയൊക്കെ കണ്ടെത്തി പറഞ്ഞത്, പേരുകൾ മാറ്റിവെച്ചിട്ട് പോലും ഇത്രയും വെളിപ്പെടുത്തി, അത് നമ്പറൊക്കെ ഇട്ടിട്ട് ചെയ്തു എന്നുള്ളത്, സ്ത്രീകളല്ലേ അവരും, അതിനെ അവരെ അഭിനന്ദിച്ചേ മതിയാകൂ. അപ്പോൾ ഇതുവരെ ഞാൻ വിചാരിച്ചു അതും ഒരു പ്രഹസനമാവുമോ എന്ന്, പക്ഷെ അല്ല എന്ന് തെളിഞ്ഞു. അപ്പോൾ ഇനിയുള്ള സ്റ്റെപ്പുകൾ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവിടെ എല്ലാവരും അലേർട്ടാവണം. പുരുഷന്മാരൊന്നും ഭയപ്പെടേണ്ട. സ്ത്രീകളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കുറേ പുരുഷന്മാരില്ലേ, ഫെമിനിസ്റ്റായിട്ടുള്ള പുരുഷന്മാരെന്ന് പറയില്ലേ, കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകണം. അവിടെയല്ലേ ആ ഇക്വാളിറ്റിയിലുള്ള ആ ഒരു സുഖം, അവിടെയാണ് പ്രോഗ്രസ് ഉണ്ടാവുക. അല്ലാണ്ട് ഇങ്ങനെ ഒരാളെ അടിച്ചമർത്തിയിട്ട് ഒരു പുരുഷനും ഒന്നും നേടില്ല, നഷ്ടപ്പെടുകയുള്ളൂ. ആ സ്ത്രീയുടെ കഴിവുകൾ ചേർത്ത് പിടിച്ച് കൊണ്ട് നടന്നാൽ. ഇതിലും ഒരുമ്പെട്ട സ്ത്രീകളുണ്ട് എന്ന് ഞാൻ അങ്ങനെയുണ്ട്, അത് ഉറപ്പാണ്. എല്ലാ വർഗത്തിലും കാണുമല്ലോ അതിൻ്റെ ദോഷങ്ങൾ. ഇതിലിപ്പം ചില ആളുകൾ ഇത് മൂടി വയ്ക്കാനായിട്ട് ശ്രമം നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഈ പേരുകളൊക്കെ പറയാതിരിക്കുന്നത് പൊതുസമൂഹത്തിന് മുന്നിലല്ല, അല്ലെങ്കിൽ തന്നെ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഒരു നിയമപരമായിട്ടൊരു സാധുത ഇതിന് ലഭിക്കില്ലേ? അതിൽ ധീരതയുള്ള ഇതിലെ സ്ത്രീകൾ കുറച്ച് പേര് ആ പേര് പറഞ്ഞ് ഒരു കേസ് ലെവലിൽ നീങ്ങാൻ, നമ്മൾ പറയില്ലേ പോക്സോ കേസ് എടുക്കാം, അല്ലെങ്കിൽ ഈ ഇന്ന സെക്ഷൽ റേപ്പ് കേസ് എടുക്കാം, ആ പ്രൈവസിയെ വിഷമിപ്പിച്ചു അല്ലെങ്കിൽ എൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചു, അതിന് ഇനി ധീരതയുള്ള 1-2 പേര് പുറത്തേക്ക് വരണം. എല്ലാവരുടെ പേരും പറയാമെന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കെങ്കിലും സ്ത്രീകൾ പറഞ്ഞല്ലോ. സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ എല്ലാം, ഇപ്പോൾ പാർവതിയൊക്കെ ഒന്നിലും, പിന്നെ നമ്മുടെ ആഷിഖ് അബുവിൻ്റെ വൈഫിൻ്റെ പേര് പെട്ടെന്ന് മറന്നുപോയി, റീമ കല്ലിങ്കിൽ ഇപ്പോൾ ഒരു സിനിമയിൽ വരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ, ഇന്നലെ ഇവനെ കണ്ടു, ബാബുവിനെ കണ്ടു, സജിൻ ബാബു ബിരിയാണി ചെയ്തത്. അപ്പോൾ അവൻ്റെ അടുത്ത സിനിമയിൽ ഇവളുണ്ട്. അപ്പോൾ റിമാക്കല്ലെങ്കിൽ ഒരു ആശ്വാസം. ഇനി ഭാവനയുടെ സിനിമ ദേ വരുന്നു, ഹണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മകനാണ് അതിൻ്റെ പുറകിൽ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം. പക്ഷേ വല്ലതും ഒരെണ്ണം, ഒരു ഉള്ളൊഴുക്കല്ലേ പാർവതിക്ക് ഇത് ഈ കാലഘട്ടത്തിൽ കിട്ടിയുള്ളൂ, എന്നിട്ടും സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട്. അവരെപ്പോലെയുള്ള 1-2 പേര് പോയാലും പോട്ടെ എന്ന് പറയുന്ന ധീരതയുള്ള, ധീരതയുള്ള, അവർക്ക് പേര്, ഞാൻ പോലും പേര് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അവരൊന്നും കുറ്റം പറയാൻ പറ്റില്ല. ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. പല വിധത്തിൽ ചുഴിഞ്ഞു ചോദിച്ചിട്ടും ഞാൻ പറഞ്ഞു, അത് ഞാൻ എന്തായാലും പറയുന്നില്ല. അപ്പോൾ അതുപോലെ എന്നേക്കാൾ ധീരത ഉള്ള
എന്നേക്കാൾ പറഞ്ഞാൽ ഒരു നോമായിട്ടൊന്നല്ല പറയണേ, ധീരതയുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഒറ്റപ്പെട്ട് കേസ് കൊടുത്ത് WCCക്ക് പിന്താങ്ങാം. അങ്ങനെ ചില കാട്ടാളന്മാരെ, നിഷ്ഠൂരമായ പുരുഷന്മാരെ പുറത്ത് കൊണ്ടുവന്നാൽ അത് വലിയ വിജയമായിരിക്കും. മറ്റവർക്ക് രക്ഷപ്പെടാലോ. കുറേ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരതിലില്ലേ, അവരൊക്കെ ഇപ്പോൾ വിഷമിക്കല്ലേ. തിലകൻ പറഞ്ഞതൊക്കെ തന്നെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. തിലകൻ എത്രയൊക്കെ പറഞ്ഞാലും ഒരു മഹാമനുഷ്യൻ തന്നെയായിരുന്നു. അത്രയും തുറന്നു പറയാനുള്ള ധൈര്യം ഒരു പുരുഷൻ പോലും കാട്ടിയത് അപ്പോഴാണ്. പിന്നെ വിനയൻ അതിനെ പിന്താങ്ങും. ഇപ്പോൾ വിനയനൊക്കെ പറയാണ് ഞാൻ പറഞ്ഞിടത്തൊക്കെ എത്തിയില്ലേ കാര്യങ്ങൾ എന്ന്.